ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഇണക്കാൻ പോകുന്നത് കക്കയിറച്ചി ഫ്രൈ ആണ്. അത് അമ്മയാണ് അത് ഇണക്കാൻ പോകുന്നത്. ഇതാണ് സാധനം. അപ്പോൾ നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാം. ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കക്കയിറച്ചിയുടെ ഒരു പരിപാടിയാണ്. അത് ഒരു കിലോ കക്കയിറച്ചിയുണ്ട്. അത് ആദ്യം തന്നെ ഉളുമ്പ് പോകാൻ മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് തിളപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ നാടൻ മഞ്ഞപ്പൊടി ആയത് കാരണം ഇച്ചിരി ഇട്ടാൽ മതി, അല്ലെങ്കിൽ അത് കുത്തലുണ്ടാവും. നല്ല മഞ്ഞപ്പൊടി ആണെങ്കിൽ തന്നെയും അത് കുത്തലുണ്ടാവും. അപ്പം നമ്മളിനി ഉളുമ്പ് പോകാനായിട്ട് ഒരു സ്പൂണ് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്താണ് തിളപ്പിക്കാൻ പോകുന്നത്. അതിവിടെ ഇരുന്ന് തിളച്ചോട്ടെ. ഞങ്ങളിനി അടുത്ത പരിപാടി ഇവിടെ ഈ ഗ്രേവി ഇണക്കാൻ പോവുകയാണ്. കക്കയിറച്ചി ഫ്രൈ ചെയ്യുന്നതിനുള്ള സാധനങ്ങളാണിതൊക്കെ: കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു സവാള, പിന്നെ ഇതിൽ ചേർക്കേണ്ട പൊടികളൊക്കെയാണ് ഇരിക്കുന്നത്: ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലക്കൂട്ട്, ഉപ്പ്. ഇത്രയും കൂട്ടിയാണ് നമ്മൾ ചേരണക്കണത്. ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് അതിൻ്റെ കൂട്ടത്തിൽ കറുവപ്പട്ട, പിന്നെ ഏലക്ക, പിന്നെ വാലുമുളക്. ഇനി അടുത്തത് തേങ്ങാക്കൊത്തിരിയാണ്. ചേർക്കണുണ്ടായി. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഇതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഞങ്ങൾ ഒരു സവാള കൂടെ ചേർക്കുകയാണ്. ഇത് കൊച്ചുള്ളിയാണ്. 1 കിലോ കക്കയിറച്ചിക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് ചുമന്ന് വന്നതിൻ്റെ ശേഷം മാത്രമേ പൊടികളൊക്കെ ഇടുകയുള്ളൂ. ഇതൊന്ന് ചുമക്കട്ടെ. നമ്മൾ ഇതിപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ലേശം ഉപ്പ് കൂടെ ഇട്ടിട്ട് വേണം ഒന്ന് കറക്റ്റ് ചെയ്യാൻ. കക്കയിറച്ചി ഉപ്പിലാണ് തിളപ്പിക്കണം. ആ ഉളുമ്പ് പോകാനായിട്ട് കക്കയിറച്ചി ഉപ്പിലാണ് തിളപ്പിക്കണത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 വേപ്പില കൂടെ കിടക്കട്ടെ. ഇത് ചുമന്ന് വന്നതിൻ്റെ ശേഷം മാത്രമേ നമുക്ക് പൊടികളൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഒരു കിലോ കക്കയിറച്ചിയാണ് തിളക്കണത്. ഉപ്പ് നിറം വന്നതിന് ശേഷം പൊടികളൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ. കറച്ച് കണക്കിക്കേണ്ട ഉളുമ്പിന് ശേഷം പോകും. ഇളക്കിയില്ലെങ്കിൽ അത് അവിടെ പിടിച്ചിരിക്കും. നമ്മൾ 2 സ്പൂണ് മുളക് പൊടി ഇടണം. 1 കിലോ സാധനം ഉണ്ടല്ലോ. മുളക് പൊടി ഇട്ട്, മല്ലിപ്പൊടി ഇട്ട്, ഇച്ചിരി ഓഫാക്കി വെച്ചിട്ടില്ലെങ്കിൽ 2 സ്പൂണ് മല്ലിപ്പൊടി, ഗരം മസാല പൊടിച്ചത് 1 സ്പൂണ്, മസാല പിന്നിട്ടാൽ മതി. എന്നാലും ഇരിക്കട്ടെ. ഉപ്പിട്ടതാണ്, ലേശം ഉപ്പ് കൂടെ കിടക്കട്ടെ. ഒരു ലേശം എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചില്ലെങ്കിൽ പൊടി നന്നായിട്ട് മൂക്കേല.
ഇനി കക്കറച്ചി കോരി മാറ്റണം. അപ്പം മോഡനായ കോരികയൊന്നും ഇല്ല, എന്നാലും നമ്മൾ കക്കറച്ചി ഉളുമ്പി വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാനുള്ള കോരികയുള്ളു. നമുക്കതൊക്കെ മേടിക്കണം. വേവിച്ച് വെച്ചിരിക്കണ കക്ക ഇറച്ചി നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. മണമൊക്കെ നല്ലുണ്ട്. ഒന്നുകൂടെ മൊരിയണമെങ്കിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിക്കണം. ഇത് നമ്മളൊന്ന് വറുത്തെടുക്കണേ. ഇച്ചിരി കൂടെ എണ്ണ ഒഴിച്ചാലേ വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേ എണ്ണ ഒഴിച്ചൊന്ന് മൂടി വെച്ചിട്ടേ ഒരു മണമൊക്കെ വരട്ടെ. ഇവിടെ ഇരുന്നൊന്ന് മൂക്കട്ടെ. നമുക്ക് തീ കുറച്ചിടാം. മൂടി വെക്കട്ടെ, എന്നിട്ട് ഓഫാക്കാം. ഇവിടെ ഇരുന്നൊന്ന് റെഡി ആവട്ടെ. ഇവിടെ ഇരുന്നൊന്ന് മൂക്കട്ടെ. മയം പൊട്ടണം. ഒന്നുകൂടെ മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നമ്മൾ പാത്രത്തിൽ എടുക്കാൻ പോവുകയാണ്. നമുക്കിതിൻ്റെ രുചിയൊന്നും അറിയണ്ടേ. പാത്രത്തിലോട്ട് കോരി എടുക്കുകയാണ്. രുചിയൊക്കെ നോക്കിയതാണ്, എന്നാലും ഒന്നുകൂടെ കക്കറച്ചി റെഡി. നമ്മൾ ഇണക്കിയ കക്കറച്ചി പാത്രത്തിലെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ രുചി അറിയാം. നമ്മൾ എടുക്കാൻ പോവുകയാണ്. കുഴപ്പമില്ല. സൂപ്പറാ.